ഒരു നാടിന്റെയാകെ ഉത്സവമായി മാറിയ ഏഴോം ഫെസ്റ്റിന് സമാപനമായി. വിനോദ വിജ്ഞാന പ്രദർശനങ്ങൾ കൊണ്ടും വൈവിധ്യമാർന്ന വിപണി കൊണ്ടും ജനമനസ്സുകളിൽ ഇടം പിടിച്ചുകൊണ്ടാണ് ഫെസ്റ്റിന്റെ കൊടിയിറക്കം. സാംസ്കാരിക പരിപാടികൾ കൊണ്ടും കലാവിരുന്നുകൾ കൊണ്ടും സമ്പന്നമായിരുന്നു ഫെസ്റ്റിന്റെ ഓരോ ദിവസവും. ലക്ഷക്കണക്കിന് ആളുകളെത്തിയിട്ടും ഒരപശബ്ദവുമില്ലാതെ ഫെസ്റ്റ് പൂർത്തീകരിക്കാനായത് സംഘാടക സമിതിയുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ ഫലം ഒന്നുകൊണ്ട് മാത്രം. ഡിസംബർ 20-ാം തീയതി മുതലാണ് പഴയങ്ങാടിയിൽ ഏഴോം ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്ന ഏഴോം ഫെസ്റ്റിന് തുടക്കം കൊടുത്തത്. വളരെ വ്യത്യസ്തമായ രീതിയിലും ജനകീയമായ പങ്കാളിത്തത്തോടെയും ഫെസ്റ്റ് ഒരുപക്ഷെ ജനങ്ങൾ വലിയ നിലയിൽ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. അതോടൊപ്പം തന്നെ ഫെസ്റ്റിൻ്റെ ഭാഗമായി ഉണ്ടായ സാംസ്കാരിക സമ്മേളനങ്ങൾ, കലാ പരിപാടികൾ അതെല്ലാം ആസ്വദിക്കുന്നതിന് നമ്മുടെ ഈ പ്രദേശത്തെ കല്യാശ്ശേരി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പുറത്തുനിന്നുള്ള ആളുകൾ ഒക്കെ ഈ ഏഴോം ഫെസ്റ്റിൻ്റെ ഭാഗമായി ഏഴോം ഫെസ്റ്റ് ഒരു വലിയ വിജയമായി തീർത്ത ഇതിൻ്റെ സംഘാടകർക്ക് ഗ്രാമപഞ്ചായത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കാം. ആദ്യഘട്ടത്തിൽ ഒട്ടേറെ ആശങ്കകൾ പരത്തി ഫെസ്റ്റ് മുന്നോട്ട് പോയ ഘട്ടത്തിൽ നമുക്കെല്ലാം നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറം ഉള്ള ഒരു നാടിൻ്റെ ഒരു സഹകരണമാണ് നമുക്ക് അനുഭവപ്പെട്ടുള്ളത്. അത് ഏഴോത്തിൻ്റെ മാത്രമല്ല, സമീപ പഞ്ചായത്തുകളെല്ലാം ഹൃദയത്തിൽ നെഞ്ചേറ്റിയ ഒരു ഫെസ്റ്റായി ഇത് മാറി. തീർച്ചയായും ഈ വലിയ ആവേശം പകരുന്ന രീതിയിലാണ് ജനങ്ങളുടെ സഹകരണം. അതിൻ്റെ ഈ പവലിയൻ സന്ദർശിക്കുന്നതിലും സാംസ്കാരിക പരിപാടികൾ പങ്കെടുക്കുന്നതിലും അതുപോലെ എല്ലാ പരിപാടികളിലും വളരെ സജീവമായി ജനങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം ഭാവിയിലും നമുക്ക് ഇതുപോലുള്ള ഒരു ഫെസ്റ്റുകൾ നടത്താനുള്ള ഒരു പ്രചോദനമായിട്ടാണ് വന്നിട്ടുള്ളത്. തീർച്ചയായും പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ഒരു സമൂഹം ഇതിനെ പരമാവധി നമ്മുടെ ജനങ്ങളിൽ എത്തിക്കാനും അതുപോലെ ജനങ്ങൾ അത് നെഞ്ചേറ്റാനും അത് ഏഴോം ഫെസ്റ്റ് ഏഴോത്തിൻ്റെ മാത്രമല്ല 18 ദിനരാത്രങ്ങൾ പഴയങ്ങാടിയിലെ രാപ്പകലുകളെ എപ്പോഴും പകലുകളായി നിലനിർത്തുന്ന ഒരു കൃത്യമായ ഒരു ഫെസ്റ്റായി നമുക്ക് നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനെല്ലാവരും സഹകരിച്ച എല്ലാവർക്കും, അതിൻ്റെ മുന്നിലും പിന്നിലും നിർത്തിച്ച എല്ലാവർക്കും നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഏഴോം ഫെസ്റ്റ് ഇന്ന് നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു മഹാസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വലിയ ഒരു ജനപങ്കാളിത്തമാണ് നമ്മുടെ ഈ ഫെസ്റ്റിനുണ്ടായിരിക്കുന്നത്. ഈ ഫെസ്റ്റിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നല്ല രീതിയിലുള്ള സഹകരണമാണ് നമ്മുടെ നാടിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ ഫെസ്റ്റിന് കോൺഗ്രസ് കല്യാശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്.
ഏഴോം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ഏതാണ്ട് 2 ആഴ്ചക്കാലം നീണ്ടുനിന്ന ഏഴോം ഫെസ്റ്റ് പഴയങ്ങാടിക്ക് ഒരു പുതിയ അനുഭവമായി മാറിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് പഴയങ്ങാടിയിൽ ഇത്തരമൊരു ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. അതിന് മുൻകൈയെടുത്ത ഏഴോം ഗ്രാമപഞ്ചായത്ത് തീർച്ചയായിട്ടും വളരെയേറെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ജനങ്ങൾക്ക് ഒത്തുകൂടാനും അതോടൊപ്പം തന്നെ അവർ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഏറ്റവും മികച്ച കലാപരിപാടികൾ ഓരോ ദിവസം ഇവിടെ അവതരിപ്പിക്കാനുമൊക്കെ ഈ സംഘാടകർ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഏഴോം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ഫെസ്റ്റിവൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, നിദർശനമാണ് ഇവിടുത്തെ ഓരോ ദിവസവും എത്തിച്ചേരുന്ന അഭൂതപൂർവമായിട്ടുള്ള ജനക്കൂട്ടം. സയൻസ് ഫെയറിൽ അടിപൊളിയായിരുന്നു. പിന്നെ അതിൻ്റെ മാഷിമാരെല്ലാം കുറേ അറിവുകളെല്ലാം പകർന്നു തന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സ്റ്റോളെല്ലാം അടിപൊളിയാണ്. ഫുഡും റൈഡും നല്ല അടിപൊളിയാണ്. നമ്മൾ നല്ല നല്ല മാടായിലെ ഏഴാം പഞ്ചായത്തിലെ നല്ല അഭിപ്രായം, നല്ല കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ്. സംഭവമാണ് ഇവിടെ ഉള്ളത് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൂടുതൽ കളിക്കാൻ അതൊരു ഇതാണ്, എൻജോയ്മെൻ്റ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ, പിന്നെ ഫുഡ് അങ്ങനെയെല്ലാം നല്ല മനോഹരമായ സ്ഥലമാണ് ഫെസ്റ്റിവല്. സൂപ്പറാണ് ഫെസ്റ്റ്. സയൻസിൻ്റെ ഫെയറെല്ലാം അടിപൊളിയാണ്. വന്നിട്ടില്ലെങ്കിൽ നഷ്ടമാവും. ഏഴോം ഗ്രാമപഞ്ചായത്ത് ഏഴോം ഫെസ്റ്റ് ഡിസംബർ 20 മുതൽ ജനുവരി 7 വരെയാണ് സംഘടിപ്പിച്ചത്. നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പരിപാടി ജനങ്ങളെ ഏറ്റെടുത്തു എന്നുള്ളത് നമുക്കേറെ സന്തോഷമാണ്. അപ്പോൾ എന്തു തന്നെ ആയാലും നമ്മുടെ ഫെസ്റ്റ് നല്ല വിജയപ്രദമായി നമുക്കിന്ന് 19ാമത്തെ ദിവസം നമ്മുടെ ഫെസ്റ്റിൻ്റെ സമാപനം കുറിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒട്ടനവധി ആളുകൾ ഇന്നിവിടെയും എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ 19 ദിവസവും വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് നമ്മുടെ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നടത്തിയത്. അപ്പോൾ അതുപോലെ തന്നെ ഫെസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്കെല്ലാവർക്കും കാണാനും അതുപോലെ കൗതുകങ്ങളുള്ള വസ്തുക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ടുകൊണ്ട് നമ്മളെ പൊതുജനങ്ങൾ അഭിപ്രായം പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൂടി നമുക്ക് ഫെസ്റ്റ് നീട്ടാൻ പറ്റൂലേ എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. എന്തായാലും എല്ലാവരും ജനങ്ങളെ ഏറ്റെടുത്തു എന്നുള്ളത് നമ്മൾ അഭിമാനത്തോടു കൂടി പറയുകയാണ്. ഏഴോം ഫെസ്റ്റ് വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഏഴോം പഞ്ചായത്തിൻ്റെ ഫെസ്റ്റ് നല്ല ഫെസ്റ്റാണ്. നല്ല റൈഡെല്ലാം ഉണ്ട്. ഫുഡൊക്കെ നല്ലതാണ്. കാർഷിക ഗ്രാമമായ ഏഴോത്തിൻ്റെ വാണിജ്യ കേന്ദ്രമാണ് പഴയങ്ങാടി പട്ടണം. പഴയങ്ങാടി പട്ടണത്തിന് ഒരു പുത്തൻ ഉണർവേകുവാൻ വേണ്ടിയാണ് ഏഴോം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി
ഇത്തരത്തിലുള്ള ഒരു ഫെസ്റ്റ് ഒരു മഹോത്സവമായി കൊണ്ടാടുവാൻ വേണ്ടി തീരുമാനിച്ചത്. എന്തുതന്നെയായാലും ഏറ്റവും വിജയം കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇതൊരു പഞ്ചായത്തുകൾക്കിടയിൽ ഒരു മാതൃകയായി ഗ്രാമപഞ്ചായത്ത് ഈ ഏഴോം ഫെസ്റ്റോട് കൂടി മാറിയിരിക്കുകയാണ്. അതിനേറെ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് തന്നെയാണ്. ജനങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറം ആണ് ഈ ഏഴോം ഫെസ്റ്റിനെ ഏറ്റെടുത്തുകൊണ്ട് നെഞ്ചിലേറ്റിക്കൊണ്ട് വിജയിപ്പിച്ചെടുത്തത്. എല്ലാവർക്കും മുഴുവൻ ജനങ്ങൾക്ക് ഏഴോം ഫെസ്റ്റിനെ വിജയത്തിലെത്തിക്കുവാൻ വേണ്ടി സഹായിച്ച മുഴുവൻ ജനതയ്ക്കും അതുപോലെ തന്നെ സംഘാടക സമിതിക്കും ഈ അവസരത്തിൽ ഈ ഒരു വാർഡിൻ്റെ മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഏഴോം പഞ്ചായത്ത് സംഘടിപ്പിച്ച ഫെസ്റ്റ് വളരെ ഗംഭീരമാണ്. അതിൻ്റെ ആസൂത്രണം, സംഘാടനം എല്ലാം തന്നെ വളരെ മികവുറ്റതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു. നിരവധി കലാപരിപാടികളും മറ്റും സംഘടിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലുള്ള അതുപോലെ സമീപത്തുള്ള ജനങ്ങളെല്ലാം തന്നെ മുക്തകണ്ഠം പ്രശംസയ്ക്ക് പാത്രമായിട്ടുണ്ട് പഞ്ചായത്ത്. ഏതായാലും ഇതിൻ്റെ സംഘാടകരെയും അതുപോലെ ഇത് ആസൂത്രണം ചെയ്ത ആളുകളെയും ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഗോപിയെ. ഞാൻ ഒരു 17 കൊല്ലം ഏഴോം പഞ്ചായത്തിലുണ്ടായിരുന്നു. 1979 മുതൽ 2000 വരെ 5 കൊല്ലം മെമ്പറായിട്ടും അതുപോലെ 12 വർഷം വൈസ് പ്രസിഡൻ്റായിട്ടും ഏഴോം ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമപിതാവായി നാം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന TP-യുടെ കാലം, അതുപോലെ ഈ ഏഴോം പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള കാക്കാമണിയുടെ കാലത്തും അങ്ങനെ മൊത്തം 17 കൊല്ലം പിന്നെ പഞ്ചായത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണം അത് സംഘടിപ്പിക്കുന്ന കാലം മുതൽ ഞാൻ പഞ്ചായത്തിലുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ബന്ധപ്പെടുന്ന കോമത്ത് വണ്ട് എന്നറിയപ്പെടുന്ന പിന്നീട് തീരദേശ റോഡായിട്ട് മാറിയിട്ടുള്ള അതും, അതുപോലെ പഴയങ്ങാടിയുടെ അതിന് ശേഷമുള്ള വികസനങ്ങൾ, നിരവധി റോഡുകൾ, പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ചെങ്ങൽ നരമ്പറം വരെ പോകുന്ന റോഡുകൾ, മൊത്തം ഈ പ്രദേശത്ത് തന്നെ എൻ്റെ നേതൃത്വത്തിൽ ഒരു 24ഓളം റോഡുകൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹായസഹകരണങ്ങൾക്ക് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടി കാണുമ്പോൾ വളരെയധികം എനിക്ക് സന്തോഷമുണ്ട്. ഏഴോം ഗ്രാമപഞ്ചായത്ത് പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഏഴോം ഫെസ്റ്റ് 10,000-കണക്കിന് മനുഷ്യർ ഓരോ ദിവസവും ആ ഫെസ്റ്റ് കാണാൻ എത്തിച്ചേരുകയാണ്. അതോടൊപ്പം തന്നെ വിവിധ സാംസ്കാരിക പരിപാടികൾ അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏഴോം എപ്പോഴും കാലത്തിനു മുൻപേ നടന്നിട്ടുള്ള നാടും അതിൻ്റെ ഭരണാധികാരികളും വലിയ നിലയിലുള്ള ഒരു ഒരുക്കമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പഴയങ്ങാടിയുടെ ചരിത്രത്തിൽ ഇത് ഒരു വലിയ അനുഭവമാണ്, ഒരു പുതിയ അനുഭവമാണ്. ഇതുണ്ടാക്കിയിട്ടുള്ള ഏഴോം ഗ്രാമപഞ്ചായത്തിന് എല്ലാ വിധത്തിലുമുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുക. ഏഴോം ഫെസ്റ്റ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്സവത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ കുറേ ആളുകളെ ഞാനിപ്പോൾ കണ്ടു. അവർ പറഞ്ഞു ഇന്ന് തീരുന്നല്ലോ, ഇത് വലിയ ബുദ്ധിമുട്ടാണ്, കുറച്ച് ദിവസം കൂടെ നീട്ടാൻ പറ്റുമെങ്കിൽ നീട്ടുന്നതൊക്കെ എന്നോട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത്രമല്ല ഇതിൻ്റെ നമ്മളെ മാധ്യമ പ്രതിനിധികൾ പറഞ്ഞത് എല്ലാ കൊല്ലവും ഇങ്ങനെ പഴയങ്ങാടി ഇങ്ങനെ ഉത്സവം വേണം, എന്തെങ്കിലും വേണം എന്നൊക്കെ അഭിപ്രായം പറഞ്ഞു. ഏറെ വിനോദമുണ്ട്, അതോടുകൂടി വൈജ്ഞാനികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഈ അടിസ്ഥാനത്തിൽ ഇനിയും നമുക്ക് നമ്മുടെ ഗ്രാമത്തിൻ്റെ ഏഴോം എന്ന പേരാണെങ്കിലും ഇവിടെ ചുറ്റുപാടുമുള്ള എല്ലാ പഞ്ചായത്തും ധാരാളം ആളുകൾ, കുഞ്ഞു കുട്ടികൾ, സ്ത്രീകളടക്കം വന്നിട്ട് ഇത് വലിയ വിജയമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി മുൻകൈയെടുത്ത പഞ്ചായത്ത് ഭരണസമിതി ഇതിൻ്റെ പ്രസിഡൻ്റൊക്കെ വലിയ തോതിൽ അഭിനന്ദനം അറിയിക്കുന്നുണ്ട് എന്നാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്. बहुत अच्छा लगा हम लोग को यहाँ पे फर्स्ट टाइम देखा है ये फेस्टिवल, पर अच्छा लग रहा है. आप किधर का है? वेस्ट बंगाल. इधर रहता है क्या? इधर मंडूर में रहता है हम लोग.
ആകർഷകമായ പ്രദർശനങ്ങളും പരിപാടികളും ഒക്കെ ജനങ്ങൾക്ക് ഉത്സവ കാലഘട്ടമായി തോന്നുകയാണ്. ജീവിതങ്ങളോട് ഒന്നും സത്യമല്ല എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഭരണകൂടം. ആ ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രാന്തം തളവുമായി കരുത്തിനെയും ശുദ്ധിയെയും വിഭവത്തിൻ്റെയും കീഴിലുമായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് എന്നറിയുന്നത് ഞങ്ങളുടെ തുടങ്ങി ഈ വർഗത്തിലെ ജനങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന സേവനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും വലിയ അനുഭവങ്ങൾ നൽകുവാനുള്ളത്. അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടക്കണം. ആ വികസന പ്രവർത്തനങ്ങൾക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. അതാണ് സർക്കാരിൻ്റെ നയം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സഹായിക്കുക. ആ സഹായത്തിൽ മാത്രമേ ഓരോ കാര്യങ്ങളും ആവശ്യപ്പെടുന്ന ജനങ്ങൾ ലഭിക്കുക. ആ രംഗത്തിറങ്ങിയ ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ച് അംഗീകരിപ്പിച്ച് ബജറ്റിൽ തുക മാറ്റിവെച്ചതിന് ശേഷം പ്രവർത്തനം ആരംഭിക്കുകയും പ്രാദേശികമായുണ്ടാകുന്ന ചില പരാതികളും സമയവും. അതുകൊണ്ട് അതിന് ജനകീയ സഹകരണം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളിൽ എന്തിനേയും ഞാൻ ബഹുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഏറെ മുന്നോട്ട് പോകുന്നത്. ഈ നിയോജകമണ്ഡലത്തിനെ വികസന പ്രവർത്തനം പ്രതീക്ഷാബദ്ധമായി ഉയരുന്നത്.